കാനറ ബാങ്കിൻ്റെ ഓൺലൈൻ പാസ്ബുക്ക് ആപ്പായിട്ടുള്ള ഇ പാസ്ബുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. അതിന് ആദ്യമായി തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കാനറ ഇ പാസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റലേഷൻ ഫുൾ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ പാസ്ബുക്ക് നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായി തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓപ്പൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഇ പാസ്ബുക്ക് ആപ്പ് ഓപ്പൺ ആവുന്നതാണ്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചോദിക്കുന്നത് കസ്റ്റമർ ഐ ഡിയും മൊബൈൽ നമ്പറും ചോദിക്കുന്നുണ്ട്. കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ബുക്കിൽ കൊടുത്തിട്ടുള്ള അതേ കസ്റ്റമർ ഐ ഡി തന്നെ എൻ്റർ ചെയ്യുക. രണ്ടാമതായിട്ട് മൊബൈൽ നമ്പറാണ്. നിങ്ങൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതേ മൊബൈൽ നമ്പർ തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരുന്നതായിരിക്കും. ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായി തന്നെ ആ മെസ്സേജ് അവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് ഒരു 6 അക്ക പുതിയ പിൻ നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നതായിരിക്കും. ആ 6 അക്ക പിൻ നമ്പർ 2 തവണ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങൾ പുതിയൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഈ പാസ്ബുക്കിൻ്റെ പുതിയ ലോഗിൻ പേജിലേക്കായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ടാവുക. അവിടെ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുള്ള അതേ 6 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ആ നമ്പർ ഒന്നുകൂടി എൻ്റർ ചെയ്യുക. എന്നിട്ട് ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാനറ ബാങ്കിൻ്റെ ഈ പാസ്ബുക്കിൻ്റെ പേജിലേക്കായിരിക്കും എൻ്റർ ചെയ്യുന്നത്.